ഒരു മാസത്തിന് ശേഷം പ്രസിഡന്റ് പദവിയിൽ നിന്ന് പടിയിറങ്ങാനിരിക്കുകയാണ് ബൈഡൻ. ആ ബൈഡൻ്റെ ഒരു സമ്മാനം, അതിന് മുന്നോടിയായിട്ടൊരു സമ്മാനമാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ $117 കോടി ഒരു കരാറാണ് ഇപ്പോൾ അമേരിക്ക ഒപ്പിട്ടിരിക്കുന്നത് ഇന്ത്യയുമായി പ്രതിരോധ മേഖലയിൽ. ഉവ്വ്. വാസ്തവത്തിൽ ബൈഡൻ മുട്ടുമടക്കിയിരിക്കുകയാണ്. മോഡിക്ക് മുന്നിൽ, ഇന്ത്യക്ക് മുന്നിൽ. ഈ $117 കോടി ഒരു വലിയ കച്ചവടം, അതിനവസാനം ബൈഡൻ അനുമതി നൽകി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതായത് ഏതാണ്ട് 9,915 കോടി രൂപ ഇന്ത്യൻ കറൻസിയിൽ പറയുമ്പോൾ അത്രയും വിലമതിക്കുന്ന പ്രതിരോധ ഇടപാടിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. നമ്മുടെ നാവികസേനയ്ക്കായി ഇന്ത്യയുടെ നേവൽ ഫോഴ്സിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് നമ്മളെ MH-60R ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ആ ഓർഡറാണ്, ആ ഇടപാടാണ് ഇപ്പോൾ ബൈഡൻ അനുമതി നൽകിയിരിക്കുന്നത്. നമുക്കത് വാസ്തവത്തിൽ വലിയ ആവശ്യമായിരുന്നു. കാരണം ആ ഹെലികോപ്റ്റർ പ്രവർത്തിപ്പിക്കാനും അതിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് നമുക്ക് ഈ ഉപകരണങ്ങളെല്ലാം വേണം. ഇതുണ്ടെങ്കിലേ നമുക്കത് ഗുണം ചെയ്യുള്ളൂ വേണ്ട വിധത്തിൽ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യം ശ്രമിച്ചിരുന്നു, കത്തെല്ലാം കൊടുത്തിരുന്നു. നിരവധി തവണ മോദി തന്നെ നേരിട്ട് അതിനകത്ത് ഇടപെടുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ബൈഡൻ അതൊന്ന് ചവിട്ടി. അതാണിപ്പോൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയമൊക്കെ കൂടെ ആയപ്പം ഇനിയിപ്പം വേണ്ട, നമ്മളായിട്ട് എന്തായാലും ഇതിൻ്റെ ക്രെഡിറ്റ് കൂടി ട്രംപ് അടിച്ചുകൊണ്ട് പോകണ്ട, ഇത് എൻ്റെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം വാസ്തവത്തിൽ ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഈ പുതിയ ഇടപാട്. ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നമുക്ക് കിട്ടിയാൽ അത് നമ്മുടെ സേനയ്ക്ക്, നാവികസേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. അമേരിക്കയിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 24 MH-60R ഹെലികോപ്റ്ററുകൾ 2020 നമ്മൾ അതിനുള്ള കരാർ ഒപ്പിട്ടത്. അത് ഏതാണ്ട് 7,625 കോടി രൂപയുടെ ഇടപാടായിരുന്നു അത്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് ആ ഹെലികോപ്റ്ററിൽ ഘടിപ്പിക്കാനുള്ള ഉപകരണങ്ങളാണ്, ആയുധങ്ങളടക്കമുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ വാങ്ങുന്നത്. 30 മൾട്ടി ഫങ്ഷണൽ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അങ്ങനെ തുടങ്ങി ഒരുപാട് സാങ്കേതിക വിവരങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ചേർത്താണ് ഇന്ത്യ വാങ്ങുന്നത്. ഇത് ലോക്ഹീഡ് മാർട്ടിൻ അങ്ങനെ ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ടാണ് ഈ ഇടപാട് നമ്മൾ നടത്തുന്നത്. ഇത് എന്താ പറയേണ്ടത്, നമ്മുടെ നാവികസേനയ്ക്ക് മുതൽക്കൂട്ടാകും എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞു. ഇത് അനുമതി നൽകിയ വിവരം നമ്മുടെ ബൈഡൻ അമേരിക്കൻ പാർലമെൻറ്റിനെ, അതായത് കോൺഗ്രസ്സിനെ, അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസ്സിനെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള നയം എന്തായാലും ട്രംപ് നമുക്ക് വളരെ അനുകൂലമാണ്, പക്ഷേ ബൈഡൻ നമുക്ക് അനുകൂലമായിരുന്നില്ല. ഇപ്പോൾ ബംഗ്ലാദേശിലെ വിഷയം ഉണ്ടാക്കിയിട്ടതും അത് കത്തിച്ചതും ഒക്കെ ബൈഡനും അമേരിക്കയ്ക്കും വലിയ പങ്കുണ്ട്. ഇത് നമ്മുടെ പല രാജ്യാന്തര വേദികളിലും നമ്മുടെ പല ആൾക്കാരും, നയതന്ത്ര വിദഗ്ധന്മാരടക്കം ഉന്നയിച്ചിരുന്നു. ലോക നേതാക്കളോട് നമ്മൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മഞ്ഞുരുകുകയാണ്. ബൈഡനും നമ്മുടെ വഴിക്ക് വരികയാണ്. ഈ കാര്യത്തിൽ ഇത്രയും വലിയൊരു പ്രതിരോധ ഇടപാടിന് അദ്ദേഹം അനുമതി നൽകി പോകുന്നതിന് മുമ്പ്, അധികാരം ഒഴിയുന്നതിന് മുമ്പ് അനുമതി നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ കാൽവയ്പ്പാണ്. എന്താ പറയണ്ടേ, ട്രംപ് വരുമ്പോൾ ഇതിനേക്കാൾ മികച്ച പിന്തുണ നമുക്ക് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചിലരൊക്കെ പറയുന്നത് കേട്ടു, ബ്രിക്സ് കറൻസിക്കെതിരെ ട്രംപ് ആഞ്ഞടിച്ചു, ഡോളർ തൊട്ടാൽ തലവെട്ടും. ഇതിനൊന്നും യാതൊരു സാധുതയും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഡോളറിൻ്റെ വഴിക്ക് പോകും, നമ്മുടെ കറൻസി നമ്മുടെ വഴിക്ക് പോകും. അതിനകത്തൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ട്രംപ്, പുടിൻ, മോഡി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇവരെല്ലാ പേരും ഇപ്പം ഒരു പ്രത്യേക ക്രമത്തിൽ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പോൾ ഏറ്റവും അടുത്ത ഈ വരുന്ന 4 വർഷത്തിനിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടി ഞാനിപ്പോൾ പറയാം. നമ്മുടെ UN സെക്യൂരിറ്റി കൗൺസിൽ, UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമ്മളെ എതിർത്ത് നിൽക്കുന്നത് ചൈനയാണ്. പക്ഷേ ചൈനയ്ക്കും ഇനി നമ്മുടെ വഴിക്ക് വരാതിരിക്കാൻ പറ്റില്ല.
നമ്മളെ അനുകൂലിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. ചൈനയിലെ സാമ്പത്തിക സ്ഥിതി താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കരുത്തരായ ഒരു ഏഷ്യൻ രാജ്യവുമായിട്ട് അവർക്ക് എന്താ പറയേണ്ടത്, സൗഹൃദം ആവശ്യമാണ്. അതുകൊണ്ട് ചൈനയും നമ്മുടെ വഴിക്ക് വരും, നമ്മളെ അനുകൂലിക്കും. ഇന്ത്യക്ക് UN സുരക്ഷാ കൗൺസിലിൽ അംഗത്വം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. എന്തായാലും ബൈഡൻ്റെ ഈ നീക്കം നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് എത്ര കണ്ട് ഇതിനെ അനുകൂലിക്കും, ഇതിനെ പ്രോത്സാഹിപ്പിക്കും, പ്രചരിപ്പിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നു വലിയ തോതിൽ. അവർ വലിയ സന്തോഷത്തിലാണ്. കാരണം വലിയ ഒരു ചെറിയ തുകയാണോ $117 കോടി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 9,915 കോടി രൂപ, 25 കോടി രൂപ എത്രയോ ആണ് അത് വരുന്നത്. ആ തുകയ്ക്കുള്ള ഒരു വലിയ പ്രതിരോധ ഇടപാട് ഇതാ നടക്കാൻ പോകുന്നു. അത് ഇന്ത്യൻ നാവികസേനയ്ക്കും വലിയ മുതൽക്കൂട്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ നേരത്തെയും നിരവധി ഹെലികോപ്റ്ററുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഈ അപ്പാച്ചെ പോലുള്ളവരെ. അപ്പോൾ ഇതും കൂടി വരുമ്പം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സേനയുടെ ഒരു കരുത്ത് വർദ്ധിക്കുന്നില്ല? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പാച്ചെ കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നത്, വിവരങ്ങൾ. അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വാങ്ങുകയാണ്. അത് ഈ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ട് ഡ്രോണുകളെയും അതുപോലെ ഭൂമിയിൽ നിന്ന് നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന കരസേനയെയും തിരിച്ച് ആക്രമിക്കാൻ, പ്രത്യാക്രമണം നടത്താൻ സഹായിക്കുന്ന ഒരു നമ്മുടെ സേനയിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററുകളാണത്. അതിൻ്റെ വരവ്, അത് വാസ്തവത്തിൽ ഈ അപ്പാച്ചയുടെ വരവ് ചൈനയ്ക്കൊരു വലിയ വെല്ലുവിളിയാണ്. ഇതും വാസ്തവത്തിൽ ഈ ഹെലികോപ്റ്ററും അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അതും ചൈന വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് ഇതൊക്കെ. കാരണം നമ്മൾ ഇത്രയും ആയുധങ്ങളൊക്കെ വാങ്ങി കൂട്ടുകയാണ്, നമ്മുടെ സേനയെ വിപുലീകരിക്കുകയാണ്, ആധുനികമായി നവീകരിക്കുകയാണ്. ഇതെല്ലാം ചൈനയ്ക്ക് വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചൈനയുടെ ബ്ലഡ് പ്രഷർ കൂട്ടും ഇതെല്ലാം. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമ്പോൾ ചൈന ഭയപ്പെടുകയാണ്. കാരണം ഇത് ചൈനയെ ആക്രമിക്കുമോ? നമുക്ക് ആരെയും ആക്രമിക്കാൻ ഉദ്ദേശമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രസിഡൻറ്റും ഒക്കെ അത് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോയി ആരെയും ആക്രമിക്കില്ല, പിന്നെ ഇങ്ങോട്ട് വന്നാൽ വിടുകയുമില്ല. ഇതാണ് ഇന്ത്യയുടെ നയം. അല്ലാതെ നമുക്ക് ആരുടെയും ഭൂമി ആവശ്യമില്ല, ആരുടെ രാജ്യവും നമ്മൾ കൊള്ളയടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരിടത്തെ സമ്പത്തും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സമ്പത്ത് നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. പക്ഷെ നമ്മളെ ഉപദ്രവിക്കാൻ വരരുത്. അങ്ങനെ ആ ഒരു നയത്തിലാണ് നമ്മൾ ഈ പ്രതിരോധ സേന ഇത്രയും നവീകരിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, 10 വർഷം മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. അന്ന് കാശ്മീരിൽ അതിർത്തി കടന്ന് ഇങ്ങോട്ട് അടിച്ചാൽ അടിയും കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യമാണ് ഭരണകൂടത്തിനുണ്ടായിരുന്നത്. ഇന്ന് പട്ടാളക്കാരെ ആരോടും ചോദിക്കാൻ നിൽക്കുന്നില്ല, അടിച്ചാൽ അപ്പം തിരിച്ചടിക്കും. അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജ്യസുരക്ഷയിൽ യാതൊരു വിധത്തിലും വെള്ളം ചേർക്കാത്ത, യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത, യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്ന് ലോകം മുഴുവനും അംഗീകരിക്കുന്നു. ആ അംഗീകാരത്തിൻ്റെ കൂടി ഭാഗമാണ് അമേരിക്ക ഇപ്പോൾ ഈ നയം സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ പിടിച്ചു വച്ചിട്ട് നമുക്കെന്ത് കിട്ടാൻ? ഉള്ള കച്ചവടം നടത്തി കാശിങ്ങ് വാങ്ങുന്നതല്ലേ നല്ലത് എന്ന് ബൈഡനും തിരിച്ചറിഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വളർച്ചയെ, ഇന്ത്യയുടെ ഇന്നത്തെ വളർച്ചയെ, സാമ്പത്തികമായും സൈനികമായും ഉള്ള വളർച്ചയെ ലോകരാഷ്ട്രങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. അവർക്കറിയാം ഇന്ത്യ ഒരിക്കലും ഒരു അധർമ്മം ഇക്കാര്യത്തിൽ പ്രവർത്തിക്കില്ല, ഇന്ത്യ ഒരു യുദ്ധവും തുടങ്ങി വയ്ക്കില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ഉറപ്പുണ്ട്. ബൈഡൻ എന്തായാലും മുട്ടുകുത്തി. തീർച്ചയായിട്ടും ബൈഡൻ ഇന്ത്യക്ക് മുന്നിൽ, മോഡിക്ക് മുന്നിൽ മുട്ടുകുത്തി.